അവധി ദിവസങ്ങളിൽ വന്ന് അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു സൂപ്പർ സ്പോട്ട് കാണിച്ചു തരാം. അതെ, ഇന്ന് നമ്മളുള്ളത് പത്തനാപുരത്തെ ഒരു വെള്ളച്ചാട്ടത്തിനടുത്താണ്. ഒരു സൂപ്പർ വെള്ളച്ചാട്ടം, അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയുടെ മുമ്പോട്ടുള്ള വീഡിയോ കാണുക. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. വീഡിയോ കാണിച്ചു കൊടുക്കും വെള്ളച്ചാട്ടം. നമ്മളിത് ആ ഒരു വഴിയാണ് കേട്ടോ ഇറങ്ങി വന്നത്. ആ മരം നിൽക്കുന്നില്ല, അവിടെ നിന്ന് ഇങ്ങനെ മേളിൽ നിന്ന് റോഡിൻ്റെ അവിടെ നിന്ന് ഒരു റബ്ബറും തോട്ടത്തിൻ്റെ കൂടെയൊക്കെ ഇറങ്ങി താഴെ വന്ന് ഈ കാണുന്ന ആ ചെറിയൊരു ഇത് കണ്ടോ ആ വഴി. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയത് ഇങ്ങനെ വന്ന് നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാം. വരുമ്പം തന്നെ ഇവിടെ ഒരു വലിയൊരു മരം ഇങ്ങനെ വീണ് കിടപ്പുണ്ട് കേട്ടോ. ഇത് കുറുകെ ഒരു പാലം പോലെ ഇങ്ങനെ കിടക്കും, പക്ഷേ ഇത് മരം കാറ്റത്തെന്തോ വീണതാണ്. ഇതിൻ്റെ കുറുകായിട്ട് ഇങ്ങനെ കിടക്കും, കുറേ വേസ്റ്റൊക്കെ വന്ന് ഇവിടെ അടിഞ്ഞ് കിടപ്പുണ്ട്. വെള്ളച്ചാട്ടം അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വന്നിട്ട് ആ ഒരു സൈഡിലേക്കും പോകുന്നുണ്ട്. പിന്നെ അതുകൂടാതെ കുറച്ച് വെള്ളം ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെയും പോകുന്നുണ്ട്. ഈ രണ്ട് സൈഡിൽ കൂടെയും പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും വെള്ളമാണ്. നമ്മൾ വന്ന വഴി കാണുന്ന ഈ ഒരു വഴിയാണ് നമ്മൾ വന്നിങ്ങനെ. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിൽ കൂടെ വെള്ളമാണ്. ഇതിൻ്റെ സെൻട്രലായിട്ട് കുറച്ച് ഭാഗം മാത്രം വെള്ളത്തിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ നിൽക്കും. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കും കുറേ ആൾക്കാർ ഇവിടെ കുളിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ സെൻറ്റർ ഭാഗത്തായിട്ട് ഇവിടെ ഇങ്ങനെ ഇറങ്ങി നിന്ന് കുളിക്കാനൊക്കെ പറ്റും. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എല്ലാവരും ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു, കുഴപ്പമില്ല. ഇനി വെള്ളം കൂടുമ്പോൾ എങ്ങനെയാണെന്നറിയില്ല. ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ എന്തായാലും സേഫാണ് കേട്ടോ. ഇത് നമുക്ക് കാണുമ്പോൾ അറിയാം, ഈ ഭാഗത്തൊക്കെ നമുക്ക് അടിവശം കാണാൻ പറ്റും. ഇറങ്ങി നിന്നൊരു മുട്ടിൻ്റെ ഒപ്പം ഉള്ള വെള്ളമൊക്കെ ഉള്ളൂ. പിന്നെ കുറേ പേര് ഇതിൻ്റെ മുകളിലേക്ക് കയറി പോകുന്നുണ്ടായിരുന്നു. അത് നേരത്തെ നമ്മൾ കണ്ടായിരുന്നു. അതാണെങ്കിൽ നമ്മുടെ ഇതിൻ്റെ മുകൾ വശത്തായിട്ട് ഈ വെള്ളം വീഴുന്നതിൻ്റെ മുകളിലായിട്ട് ഇറങ്ങി കുളിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ടിക്കറ്റ് വെച്ച് കൗണ്ടർ വെച്ചൊരു ടൂറിസത്തിൻ്റെ അണ്ടറിലുള്ള ഒരു വെള്ളച്ചാട്ടം അങ്ങനെയൊന്നും അല്ല. ഇതൊരു നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന പോലെ ഒരു വെള്ളച്ചാട്ടമാണ്. അതുകൊണ്ട് തന്നെ വരുന്നവരെല്ലാം അവരവരുടെ സേഫ്റ്റി അവരവർ തന്നെ നോക്കുക. സേഫാണെന്ന് തോന്നിയാൽ മാത്രമേ ഇറങ്ങുക. നമ്മളിപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടം കണ്ടിട്ട് ഈ വഴി ഇങ്ങനെ നടന്നു വന്നു കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഈ ഒരു നടുക്ക് വശം മാത്രം വെള്ളം കയറാതെ ഇങ്ങനെ കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഫുള്ള് വീണ്ടും ആ വെള്ളം തന്നെ ഒഴുകി ഇങ്ങോട്ട് വരുന്ന കാഴ്ച നമുക്ക് കാണാം. നല്ല വഴുക്കലുള്ള പാറയാണ്. നമുക്കിവിടെ കുറച്ച് ശ്രദ്ധിച്ച് നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വരുന്നവരൊക്കെ നോക്കി സ്ലിപ്പാവാതെ നോക്കി നടക്കുക. സ്ലിപ്പായി കഴിഞ്ഞാൽ നമുക്ക് ഈ പാറ ആയതുകൊണ്ട് കുറച്ച് ഡേഞ്ചറാണ്. അത് കണ്ടില്ല, ആ ഒരു സൈഡിലാണ് നമ്മൾ ആദ്യം കണ്ടത് വെള്ളം ഒഴി വരുന്ന സ്ഥലം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് നമ്മുടെ ഈ വാട്ടർഫാളിലേക്ക് വരാനുള്ള ലൊക്കേഷൻ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ പത്തനാപുരത്ത് വന്നിട്ട് പത്തനാപുരത്ത് നിന്ന് കലഞ്ഞൂരിൽ നിന്ന് നമുക്ക് ഒരു രാജഗിരി എസ്റ്റേറ്റിനകത്തൂടെ ഈ ഒരു വാട്ടർഫാളിലേക്ക് എത്താം. അതുപോലെ തന്നെ നമുക്ക് കൂടൽ വഴിയും ഈ രാജഗിരി എസ്റ്റേറ്റിനകത്തൂടെ ഈ വാട്ടർഫാളിലേക്ക് എത്താം. എന്തായാലും ലൊക്കേഷൻ ഞാൻ കൊടുക്കുന്നുണ്ട്, അതിൽ ചെക്ക് ചെയ്താൽ മതി. നമ്മൾ നേരത്തെ കണ്ടൊരു വാട്ടർഫാളാണ് കണ്ടോ കാണുന്നത്. ഇവിടെ നമുക്ക് കാണാം കുറേ പേര് അവിടെ കുളിക്കാനൊക്കെ ഇറങ്ങിയിരിക്കുന്നതാണ്. അവിടെ നിന്ന് രണ്ട് സൈഡിൽ കൂടെ വെള്ളം ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് എത്തി ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ താഴേക്കാണ് പോകുന്നത്.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കനോട് ഇനേബിൾ ചെയ്യുക.